കൊല്ലം സുധിയുടെ മകൻ കിച്ചു എന്ന് വിളിപ്പേരുള്ള രാഹുൽ സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കിട്ട ഏറ്റവും പുതിയ വീഡിയോ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. സന്നദ്ധ സംഘടനകൾ ചേർന്ന് തനിക്കും അമ്മ രേണു സുധിക്കും അനിയൻ ഋതുലിനും താമസിക്കാനായി പണിത് കോട്ടയത്ത് നിർമ്മിച്ചു നൽകിയ വീട്ടിലേക്ക് കിച്ചു കഴിഞ്ഞ ദിവസം പോയിരുന്നു. പഠനത്തിനായി സുധിയുടെ മരണശേഷം കിച്ചു അച്ഛൻ്റെ കൊല്ലത്തെ കുടുംബ വീട്ടിൽ ബന്ധുക്കൾക്കൊപ്പമാണ് താമസിക്കുന്നത്. കോട്ടയത്തെ പുതിയ വീട്ടിൽ രേണുവും മാതാപിതാക്കളും സഹോദരിയും കുടുംബവും കുട്ടികളുമാണ് താമസം. വീടിൻ്റെ മുഴുവൻ പണി തീർത്ത് രേണുവിനും കിച്ചുവിനും താക്കോൽ കൈമാറിയിട്ട് ഒരു വർഷം പോലും തികഞ്ഞിട്ടില്ല. എന്നാൽ കിച്ചു പങ്കിട്ട പുതിയ വ്ളോഗ് കാണുമ്പോൾ പ്രേക്ഷകരുടെ ഉള്ളിൽ പല ചോദ്യങ്ങളാണ് ഉയരുന്നത്. അനിയനെ കാണാനും അവന് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാനുമായിട്ടാണ് കിച്ചു ചെന്നത്. സ്വന്തം വീടായിട്ട് പോലും ഒരു അപരിചിതനെ പോലെയാണ് കിച്ചു വീട്ടിലേക്ക് കയറുന്നത്. അവിടെയുള്ള രേണുവിൻ്റെ ബന്ധുക്കൾ കിച്ചു വിരുന്നുകാരനും അവർ വീടിൻ്റെ ഉടമകളും എന്ന രീതിയിലാണ് പെരുമാറിയതെന്ന് വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും വ്യക്തമാകുന്നുണ്ട്. കുഞ്ഞനിയൻ ഋതുലിനോടൊപ്പമാണ് കിച്ചു ഏറെയും സമയം ചിലവഴിച്ചത്. രേണു ജോലിക്ക് പോയിരുന്നതിനാൽ വീട്ടിലുണ്ടായിരുന്നില്ല. കലാമേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് സുധിക്ക് ലഭിച്ച പുരസ്കാരങ്ങൾ പോലും കട്ടിലിനടിയിൽ ഒരു കവറിൽ അലക്ഷ്യമായി സൂക്ഷിച്ചിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും വൈറലായിരുന്നു. ഇപ്പോഴിതാ കിച്ചു പങ്കിട്ട പുതിയ വീഡിയോയെക്കുറിച്ച് റിയാക്ഷൻ വീഡിയോകളിലൂടെ ശ്രദ്ധേയനായ യൂട്യൂബർ വിവി പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടിയിരിക്കുന്നത്. കിച്ചു മനഃപൂർവ്വമാണ് ഇങ്ങനൊരു വീഡിയോ പങ്കുവച്ചതെന്നും തൻ്റെ അവസ്ഥ എന്താണെന്ന് പ്രേക്ഷകരോട് അവൻ പറയാതെ പറയുകയാണെന്ന് വിവി പറയുന്നുണ്ട്. കിച്ചുവിൻ്റെ വീഡിയോ കണ്ടപ്പോൾ തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. കിച്ചുവിന് ആ വീട്ടിൽ യാതൊരു റോളും ഇല്ലെന്നാണ് അവൻ ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന വീഡിയോ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയത്. എനിക്ക് മാത്രമല്ല, അതെല്ലാവർക്കും തോന്നിയതാണ്. ആ വീഡിയോയുടെ കമൻറ്റ് ബോക്സ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. കിച്ചു ഒരു അതിഥിയെ പോലെയാണ് ചെന്നു കയറുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ മനഃപൂർവ്വം കിച്ചു യൂട്യൂബിൽ ഇട്ടതായിട്ടാണ് തോന്നിയത്. ഇതാണ് തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് അവൻ നമ്മളെ അറിയിച്ചതായിട്ടാണ് ആ വീഡിയോ കണ്ടപ്പോൾ പലർക്കും തോന്നിയത്. സാമാന്യ ബോധമുള്ളവർക്ക് അങ്ങനെ മാത്രമേ ആ വീഡിയോ കണ്ടാൽ തോന്നുകയുള്ളൂ. അതുപോലെ കൊല്ലം സുധി എന്ന കലാകാരന് കിട്ടിയ അംഗീകാരങ്ങൾ കട്ടിലിനടിയിലാണ് ഇട്ടിരിക്കുന്നത്. അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കിക്കൂടെ ഇവർക്ക് ഇത്രത്തോളം ബോധമുണ്ടെന്ന്. അതുപോലെ പുള്ളിക്കാരിക്ക് കിട്ടിയ ട്രോഫികൾ സ്വീകരണ മുറിയിൽ നിരത്തി വെച്ചിട്ടുമുണ്ട്. സുധി മരിച്ച സമയത്ത് വാടക വീട്ടിലെ മേശയിൽ സുധിക്ക് കിട്ടിയ അംഗീകാരങ്ങളെല്ലാം നിരത്തി വെച്ചിരുന്നു. എന്നാൽ ഇന്ന് അതിൻ്റെ സ്ഥാനം കട്ടിലിന് സുധിയുടെ ഐഡന്റിറ്റിയിലാണ് ജീവിക്കുന്നതെന്നും ആ മനുഷ്യനെ വിറ്റാണ് റീച്ച് ഉണ്ടാക്കുന്നതെന്നുമുള്ള കാര്യം രേണു മനസ്സിലാക്കണം. അതുകൊണ്ട് ഇത്തിരിയെങ്കിലും ബഹുമാനം ആ മനുഷ്യനോട് കാണിക്കണം. എൻ്റെ ചേട്ടൻ 8 വർഷം മുമ്പാണ് മരിച്ചത്. ഇന്നും ചേട്ടൻ ഉപയോഗിച്ച സാധനങ്ങൾ ഞങ്ങൾ അതേപോലെ വൃത്തിയായി തന്നെ സൂക്ഷിക്കുന്നുണ്ട്. സുധിയുടെ ഫോട്ടോകൾ പോലും അലമാരയ്ക്ക് മുകളിലാണ് വെച്ചിരിക്കുന്നത്. സുധിയുടെ പല സാധനങ്ങളുടെയും അവസ്ഥ ഇത് തന്നെ. അതുപോലെ തന്നെയാണ് വീടിൻ്റെ അവസ്ഥയും. കിച്ചുവിന് ആ വീട്ടിൽ പോയി ഒരു ദിവസം പോലും നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്ന് കണ്ടാൽ അറിയാം. കിച്ചുവിൻ്റെ റൂമിലാണ് രേണുവിൻ്റെ സഹോദരിയും കുടുംബവും ഇപ്പോൾ കയ്യേറിയിരിക്കുന്നത്. രേണുവിൻ്റെ സകലമാന ബന്ധുക്കളും അവിടെയുണ്ട്. അതുപോലെ തന്നെ ആ വീട് ഒരു വൃത്തിയുമില്ലാതെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഒന്നുമില്ലെങ്കിൽ ആ വീട്ടിൽ ഒരുപാട് പെണ്ണുങ്ങളില്ലേ, എന്നിട്ടും ആ വീടിൻ്റെ ഒരു കോലം കണ്ടാൽ സങ്കടം വന്നു പോകും. സ്വന്തമായി കഷ്ടപ്പെട്ടുണ്ടാക്കാത്തത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു വീട് വൃത്തിയായി സൂക്ഷിക്കണമെന്ന് അവർക്ക് ഉണ്ടാകില്ല. പക്ഷെ കാണുന്ന നമ്മൾക്ക് പോലും ആ വീടിൻ്റെ അവസ്ഥ കാണുമ്പോൾ അത്രയും സങ്കടം തോന്നും. ആ വീടുമായി കിച്ചുവിന് യാതൊരു ബന്ധവും ഇപ്പോഴില്ലെന്ന് പരമാർത്ഥമാണെന്നാണ് എല്ലാവരും